നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുകയാണ് നമ്മുടെ വനിതകൾ. നവി മുംബൈയിലെ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ അവർ എഴുതി ചേർത്തത് ചരിത്രം. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ കന്നിമുത്തമിടുമ്പോൾ അഭിമാനത്തോടെ കരഘോഷങ്ങളോടെ രാജ്യം ഒന്നാകെ കൂടെയുണ്ട്. സ്വപ്ന സാഫല്യത്തിന് കൂട്ടായ ഷഫാലിയോടും ദീപ്തി ശർമ്മയോടും ഒക്കെ ഇഷ്ടം. ഹർമൻപ്രീത് കൗർ പറയും പോലെ ഇത് അവസാനമല്ല, തുടക്കം മാത്രം. 2005-ലും 2017-ലും നഷ്ടമായ കിരീടം മൂന്നാം അംഗത്തിൽ സ്വന്തം മണ്ണിൽ നടന്ന മത്സരത്തിൽ തന്നെ ഉറപ്പിക്കുമ്പോൾ 146 കോടി വരുന്ന ജനങ്ങൾ ഉറക്കെ പറയുന്നു ഹൃദയം നിറഞ്ഞ നന്ദി. ഹർമൻപ്രീതിനും സംഘത്തിനും നന്ദിയോടെ തന്നെ നമുക്ക് തുടങ്ങാം. പ്രധാന വാർത്തകളിലേക്ക്. वर्ल्ड कप चैंपियंस 2025 टीम इंडिया आज अपने बैच पर एक सितारा लगाया है. ചരിത്രം എഴുതി ലോക വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ പെൺകരുത്ത്. ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് തകർത്ത ആദ്യ കിരീടത്തിൽ മുത്തമിട്ട് ടീം ഇന്ത്യ. കരുത്തായത് ഷഫാലി വർമ്മയുടെയും ദീപ്തി ശർമ്മയുടെയും വെടിക്കെട്ട് ബാറ്റിംഗ്. ഷഫാലി പ്ലെയർ ഓഫ് ദി മാച്ച്, 5 വിക്കറ്റ് നേട്ടവുമായി ദീപ്തി പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. ഗംഭീര വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് യുവതിയെ ട്രാക്കിലേക്ക് ചവിട്ടി വീഴ്ത്തി അക്രമി സുരേഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഗുരുതര പരിക്കേറ്റ പാലോട് സ്വദേശിയായ യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ. വർക്കലയ്ക്കും കടക്കാവൂരിനും ഇടയ്ക്ക് വെച്ച് പ്രതി യുവതിയെ ആക്രമിച്ചത് മദ്യലഹരി. അൻപത്തിയഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഇന്ന് തൃശൂരിൽ. മികച്ച ചിത്രം, നടൻ, നടി ഇനങ്ങളിൽ ഇഞ്ചോടിഞ്ച് മത്സരം. ജൂറിയുടെ അന്തിമ പരിഗണനയിലെത്തിയത് 38 ചിത്രങ്ങൾ. ശബരിമലയിലെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണ കവർച്ച കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. പോറ്റിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് റാന്നി കോടതിയെ സമീപിക്കാൻ അന്വേഷണ സംഘം. മുരാരി ബാബു ഇന്ന് ജാമ്യാപേക്ഷ നൽകിയേക്കും. ബീഹാറിൽ ആദ്യഘട്ട പ്രചരണം നാളെ അവസാനിക്കാനിരിക്കെ അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത്. മറ്റന്നാൾ നിശബ്ദ പ്രചരണം. വോട്ടെടുപ്പ് വ്യാഴാഴ്ച. തെരഞ്ഞെടുപ്പിൽ അക്രമങ്ങൾ ഉണ്ടായാൽ കടുത്ത നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. കൊല്ലത്തും തിരുവനന്തപുരത്തും വിവിധ പരിപാടികൾ. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥി. അതെ, ആദ്യം തന്നെ ആ ഒരു സന്തോഷ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ക്രിക്കറ്റിൽ പുതുചരിത്രം എഴുതിയിരിക്കുകയാണ് ഇന്ത്യ. ഏകദിന വനിതാ ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കി ഇന്ത്യ കന്നിക്കിരീടം ഉയർത്തി. ഇന്ത്യ ഉയർത്തിയ 298 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 246 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ICC Women's Cricket World Cup Champions 2025 टीम इंडिया आज अपने बैच पर एक सितारा लगाया है. ഒടുവിൽ കാത്തിരുന്ന ആ സ്വപ്നം സഫലമായി. ചരിത്രത്തിലാദ്യമായി ഇന്ത്യയുടെ വനിതാ ടീം ഏകദിന ലോക ചാമ്പ്യന്മാരെന്ന നേട്ടം കയ്യെത്തിപ്പിടിച്ചു. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് വീഴ്ത്തിയാണ് ഹർമൻപ്രീത് കൗറും പോരാളികളും ലോകത്തിന്റെ നെറുകയിലെത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 298 റൺസ് എടുത്തു. ദക്ഷിണാഫ്രിക്കൻ വനിതകളുടെ പോരാട്ടം 45.3 ഓവറിൽ 246 റൺസിൽ അവസാനിപ്പിച്ചാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 2005-ലും 2017-ലും ഫൈനലിലെത്തിയ ഇന്ത്യക്ക് 2 തവണയും കിരീടം കൈവിടേണ്ടി വന്നു. ഇത്തവണ സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയ വീഴ്ത്തി ഫൈനലിലെത്തിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ വെല്ലുവിളി അതിജീവിച്ചാണ് ചരിത്ര നേട്ടത്തിലെത്തിയത്. ഷഫാലി വർമ്മ, ദീപ്തി ശർമ്മ എന്നിവരുടെ അർദ്ധ സെഞ്ചുറി കരുത്തിലാണ് ഇന്ത്യ 298 റൺസ് ഉയർത്തിയത്. സ്മൃതി മന്ദാന, റിച്ച ഘോഷ് എന്നിവരും നിർണായക സംഭാവന നൽകി. ലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയ്ക്കായി ക്യാപ്റ്റൻ ലൗറ വോൾവാർട്ട് 101 റൺസ് എടുത്tu. ഒരു ഭാഗത്ത് താരം നിന്നപ്പോഴും മറുഭാഗത്ത് ഇന്ത്യ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി. ബാറ്റിംഗിന് പുറമെ 9.3 ഓവറിൽ 39 റൺസ് മാത്രം വഴങ്ങി 5 വിക്കറ്റെടുത്ത ദീപ്തി ശർമ്മ ഓൾറൗണ്ട് മികവാണ് ഫൈനലിൽ പുറത്തെടുത്തത്. ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി മാറിയ ഷഫാലി വർമ്മയും ബൗളിംഗിൽ മാന്ത്രികത പുറത്തെടുത്തു. നിർണായക ഘട്ടത്തിൽ താരം 2 വിക്കറ്റുകൾ വീഴ്ത്തി. ടോസ് നേടി ദക്ഷിണാഫ്രിക്ക ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിന് അഭിനന്ദന പ്രവാഹം.
ത്രസിപ്പിക്കുന്ന വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഇന്ത്യയുടെ വിജയത്തിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ഒരു സങ്കടപ്പെടുന്ന ഒരു വാർത്ത കൂടി ഇന്ന് രാവിലെ പറയേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ കേട്ടാലാണ് ഒരു ദിവസം കടന്നു പോകുന്നത് എന്ന് ഓർത്തു പോവുകയാണ്. തിരുവനന്തപുരത്ത് ഓടുന്ന ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ മദ്യപൻ തള്ളിയിട്ടു. ഗുരുതരമായി പരിക്കേറ്റ യുവതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന കേരള എക്സ്പ്രസിൽ ഇന്നലെ രാത്രി വർക്കല അയന്തിക്ക് സമീപമായിരുന്നു സംഭവം നടന്നത്. അക്രമി വെള്ളറട പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറിനെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശ്രീകുട്ടിയെ തള്ളിയിട്ടത് കണ്ട് പകച്ചു നിന്ന തന്നെയും പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടതായി പെൺകുട്ടിയുടെ സുഹൃത്ത് അർച്ചന വ്യക്തമാക്കി. നമുക്കെന്തായാലും ആ പ്രതികരണങ്ങളൊക്കെ കാണാം. അതിനു മുൻപ് രജിത്തിലേക്ക് പോവുകയാണ്. രജിത്ത്, ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ പലതവണ ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും പാഠം പഠിക്കുന്നില്ല, ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ശ്രീജ, ഇന്നലെ വൈകിട്ട് 8:45 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വർക്കല അയന്തിക്ക് സമീപത്ത് വെച്ചാണ് ഈ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന ശ്രീകുട്ടി എന്ന യുവതിയും അതുപോലെ ഒപ്പം തന്നെ ഇവരുടെ സുഹൃത്തായിട്ടുള്ള അർച്ചനയും. ഇവർ ടോയ്ലറ്റിൽ പോയി മടങ്ങി വരുന്ന സമയത്താണ്, ഈ അർച്ചന ടോയ്ലറ്റിൽ പോയി മടങ്ങി വരുന്ന സമയത്താണ് പുറത്തു നിന്ന സുഹൃത്ത് ശ്രീകുട്ടിയെ ഇയാൾ സുരേഷ് കുമാർ എന്ന് പറയുന്ന പ്രതി മദ്യപിച്ചെത്തിയിരുന്നായിരുന്നു. ആ പ്രതി ചവിട്ടി പുറത്തേക്കിടുന്നത് താൻ കാണുന്നത്. അതിന്റെ ദൃക്സാക്ഷി കൂടിയാണ് ഈ സുഹൃത്തായിട്ടുള്ള അർച്ചന വ്യക്തമാക്കുന്നത്. താൻ ഇറങ്ങി വരുമ്പോൾ ഇത് സുഹൃത്തിനെ തള്ളി ചവിട്ടി പുറത്തേക്ക് ഇടുന്നതാണ് താൻ കണ്ടത്. അവിടെ ബഹളം വെച്ച തന്നെയും പുറത്തേക്ക് ചവിട്ടിയിടാൻ ഇയാൾ ശ്രമിച്ചു. എന്നാൽ കമ്പിയിൽ തൂങ്ങിക്കിടന്ന് തന്നെ അലറി വിളിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന യാത്രക്കാരാണ് വലിച്ച് അകത്തേക്കിട്ടത് എന്നാണ് അർച്ചന വ്യക്തമാക്കുന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ഇത്തരത്തിൽ ഇയാൾ പെരുമാറിയത് എന്നാണ് അർച്ചന വ്യക്തമാക്കുന്നത്. കാരണം മദ്യപിച്ചെത്തിയ ഒരവസ്ഥയിലായിരുന്നു ഇയാൾ എന്നാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. കൂടെയുണ്ടായിരുന്നവർ ഇയാളെ പിടിച്ചുവെക്കുകയും തുടർന്ന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് റെയിൽവേ പോലീസിന് കൈമാറുകയുമായിരുന്നു. അർച്ചനയുടെ ബഹളം കേട്ട് ട്രെയിൻ ചങ്ങല വലിച്ചു നിർത്തുകയും തുടർന്ന് റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുകയും റെയിൽവേ പോലീസിന് വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അയന്തിക്ക് സമീപത്ത് റെയിൽവേ ട്രാക്കിൽ വെച്ചാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ ഈ സോനു എന്ന ശ്രീകുട്ടിയെ കിട്ടുന്നത്. ശ്രീകുട്ടിയെ അവിടെ നിന്നും തിരികെ കൊല്ലത്തേക്ക് വരികയായിരുന്ന ഒരു മെമു ട്രെയിനിൽ തന്നെ കയറ്റി വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തിക്കുകയും അവിടെ നിന്നും ആംബുലൻസിൽ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. രാത്രിയോടുകൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ പെൺകുട്ടിയെ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ ഉള്ളത്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തലക്കാണ് കൂടുതലായി പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് ആംബുലൻസ് ഡ്രൈവർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ തലയ്ക്കുള്ളിൽ കൂടുതൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് എന്നാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ യുവതിയെ വളരെ വേഗത്തിൽ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് യുവതിയെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ ഗുരുതര അവസ്ഥയിൽ തന്നെയാണ് യുവതിയുള്ളത്. അതേസമയം യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇയാൾ യുവതിയെ ചവിട്ടി ട്രെയിൻ വെളിയിലേക്ക് ഇട്ടത് എന്നാണ് കൂടെ ഉണ്ടായിരുന്നതും ദൃക്സാക്ഷിയായിട്ടുള്ള സുഹൃത്തു കൂടി വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ്, ഒരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്. ശരിക്കും ആ കൂടെ ഉണ്ടായിരുന്ന കുട്ടി പറയുന്നു, അർച്ചന പറയുന്നു, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, നേരെ വന്ന് ബാത്റൂമിൽ പോയി വന്ന് അവരെ ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. ഇയാൾക്കിപ്പോൾ ബോധം വന്നിട്ടുണ്ടോ? മദ്യലഹരിയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും ഇയാളെ റെയിൽവേ പോലീസ് ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ ആരായുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച മെഡിക്കൽ പരിശോധനയടക്കം പൂർത്തീകരിച്ചു. നിലവിൽ കസ്റ്റഡിയിലാണ് ഇയാളുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയുകയാണ്. എന്ത് പ്രകോപനമാണ് ഉണ്ടായത് എന്ന കാര്യം ചോദിച്ചറിയുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ അടക്കം അവിടെ എത്തിയ സമയത്ത് പോലും ഇയാളോട് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അയാൾ വ്യക്തമാക്കിയിരുന്നത്. ഒരുപക്ഷെ മദ്യലഹരിയിൽ ഇക്കാര്യങ്ങൾ ചെയ്തതാകാം എന്നാണ്
മനസ്സിലാകുന്നത്. എന്ത് തന്നെയായാലും യുവതിയുടെ പരിക്ക് അത് വളരെ ഗുരുതരമായ പരിക്കാണ്. ഡോക്ടർമാർ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് കൂടുതലായിട്ടുള്ളത്. കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. അത്തരത്തിൽ ട്രെയിനിൽ നിന്നും വീണതിന്റെ എല്ലാവിധ പരിക്കുകളും യുവതിക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് യുവതി ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഒപ്പം തന്നെ ഈ എന്തുകൊണ്ട് ഇയാൾ ഇക്കാര്യം ചെയ്തു എന്നത് സംബന്ധിച്ച പോലീസിന്റെ പരിശോധനയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ദാരുണമായ ഒരു സംഭവം എന്ന് ഇതിനെ രജത്ത് ഈ പറഞ്ഞതുപോലെ ദാരുണമായ സംഭവം എന്ന് നമ്മൾ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ അത് ആവർത്തിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ സുരക്ഷ അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. സൗമ്യയുടെ കേസ് നമുക്കറിയാം. അന്ന് ഗോവിന്ദസ്വാമി ആക്രമിച്ചപ്പോൾ അന്ന് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയല്ലേ? തീർച്ചയായും ഇക്കാര്യത്തിൽ നേരത്തെ മുതൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗമ്യയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത് ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരുന്നു അത്തരമൊരു ആക്രമണം ഉണ്ടായത്. എന്നാൽ അതിനുശേഷവും ലേഡീസ് കമ്പാർട്ട്മെന്റിലടക്കം പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളടക്കം റെയിൽവേ പോലീസ് അടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഇത് ജനറൽ കമ്പാർട്ട്മെന്റിൽ ആണ് ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ആ സംഭവത്തിന് കൂടുതൽ പേരും കൂടെ ഉണ്ടായിരുന്ന അവർ രക്ഷപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് സുഹൃത്തായിട്ടുള്ള അർച്ചന പോലും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് അർച്ചന വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഒരു ഇയാൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന കാര്യവും കൂടെയുള്ള യാത്രക്കാർ റെയിൽവേ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ മദ്യപനായിട്ടുള്ള ഒരാൾ കയറുകയും വളരെ രീതിയിൽ പെൺകുട്ടികളോട് പെരുമാറുകയും ചെയ്തു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ തടയാൻ അല്ലെങ്കിൽ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും വളരെ പെട്ടെന്ന് തള്ളിയിട്ട ഒരു സാഹചര്യത്തിൽ തടയാൻ പോലും സുഹൃത്തിന് കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യം കൂടിയുണ്ട്. ഇത് കണ്ട ദൃക്സാക്ഷിയായിട്ടുള്ള സുഹൃത്തിനെ പോലും ട്രെയിനിൽ നിന്നും തള്ളിയിടാൻ ഇയാൾ ശ്രമിച്ചു. അത്തരത്തിൽ വളരെ ക്രൂര മനോഭാവത്തോടു കൂടി അയാൾ പെരുമാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആ കുട്ടിക്ക് വലിയൊരു പരിക്കിലേക്ക്, ഗുരുതരമായ പരിക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. കൂടുതൽ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനിയും ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടില്ല. എന്തുതന്നെയായാലും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പ്രതിയെ ട്രെയിനിലുണ്ടായിരുന്ന ആളുകളൊക്കെയും കൂടി ചേർന്നുകൊണ്ട് റെയിൽവേ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം ഇയാളുടെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകും. ഇയാൾ പനച്ചമൂട്, തിരുവനന്തപുരം വെള്ളറട പനച്ചമൂട് സ്വദേശിയാണ് ഇയാൾ. ഈ സുരേഷ് കുമാർ എന്ന് പറയുന്ന ആൾ. അയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് റെയിൽവേ പോലീസും ചേർന്നുകൊണ്ട്. കൂടുതൽ വിവരങ്ങൾ അതിനുശേഷമായിരിക്കും വ്യക്തമാക്കുക. എന്തായാലും യുവതിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുകൊണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയും. കുട്ടി വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും ആ ഒരു നടുക്കത്തിൽ നിന്ന കൂട്ടുകാരി അർച്ചന മോചിതയായിട്ടില്ല. ശ്രീകുട്ടിയെ തള്ളിയിട്ടത് കണ്ട് പകച്ചു എന്ന തന്നെയും പുറത്തേക്ക് ചവിട്ടി തള്ളിയിട്ടതായി പെൺകുട്ടിയുടെ സുഹൃത്ത് അർച്ചന വ്യക്തമാക്കി. ആ പ്രതികരണത്തിലേക്ക്. ഇയാളുമായിട്ടൊരു മുൻപരിചയമൊന്നുമില്ല. ഇയാൾ കയറിയത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ഞങ്ങൾ കയറിയത് ആലുവയെന്നാ കയറിയത്. ഇയാൾ എവിടെ നിന്നാ കയറിയതെന്ന് അറിയത്തില്ല. ഇയാൾ കയറി വന്നപ്പോൾ തന്നെ എങ്ങനെയായിരുന്നു ഇയാളുടെ അവസ്ഥ? അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, മാത്രമേ ഞങ്ങൾക്ക് അറിയത്തില്ല, വേറെ ഒന്നും അറിയത്തില്ല. ഇയാൾ ശല്യപ്പെടുത്തുകയും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഒരു സാധാ രീതിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് അവള് വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുമായിരുന്നു. നിന്നിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞാനും പുറത്ത് ഇറങ്ങി വന്ന ടൈമിൽ ഈ പുള്ളി അങ്ങ് ചവിട്ടി അങ്ങ് തള്ളിയിട്ടാണ്. അവളെ നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിട്ടു. കൂട്ടുകാരി പുറത്തേക്ക് വീണു. അപ്പോൾ നിങ്ങൾ ഉള്ളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അയാൾ സംസാരിച്ചോ? അവളെ ചവിട്ടിയിട്ട് ആ സെക്കൻഡ് തന്നെ എന്റെ കൈ എന്റെ കാലിനെ പിടിച്ച് കഴിഞ്ഞാൽ എന്നെ പകുതി പുറത്തിട്ട അയാൾ. അതായത് മോളെ ആക്രമിക്കാൻ പകുതി പുറത്തായി. ഞാൻ ഒരു അങ്കിൾ എന്നെ പിടിച്ച് ഈ ശ്രീകുട്ടിയെ വർക്കലയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച ആംബുലൻസ് ഡ്രൈവറുടെ പ്രതികരണത്തിലേക്കാണ് ഇനി. തള്ളിയിട്ടതാണ്. അവിടെ നിന്ന് വേറെ മെമ്മോയിൽ വരക്കല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ നിന്നാണ് ഞാൻ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഇൻക്യുബേറ്റർ എല്ലാം ചെയ്ത് വെന്റിലേറ്ററാക്കി ഇവിടെ കൊണ്ടുവന്നു. ബോധാവസ്ഥയിലാണ്. ആരൊക്കെയാണ് കൂടെ വന്നത്? കൂടെ വന്നത് പോലീസുകാരാണ് വന്നത്. ബന്ധുക്കളൊന്നും വന്നിട്ടില്ല. വരക്ക റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മിഷൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ആ സമയത്ത് ബോധമില്ല. തലയ്ക്ക് നല്ല ഇഞ്ചുറി ഉണ്ട്. തലയ്ക്കാണ് കൂടുതൽ ഇഞ്ചുറി.
ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഇതിങ്ങനെ ആവർത്തിക്കരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രം പ്രതീക്ഷിക്കാം. എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എന്ന കേരളത്തിലെത്തും. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ കേരള സന്ദർശനമാണിത്. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ഇന്നെന്തായാലും ഉപരാഷ്ട്രപതി കേരളത്തിൽ ആദ്യമായി എത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ്? മൊത്തത്തിലുള്ള വിശേഷങ്ങൾ. തീർച്ചയായും ശ്രീജ, 15ാമത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി കേരളം സന്ദർശിക്കുന്നു എന്നൊരു പ്രത്യേകതയാണ് ഈ ദിവസങ്ങളിൽ, ഈ 2 ദിവസങ്ങളിലായി നമ്മൾ കാത്തിരിക്കുന്നത്. അദ്ദേഹം ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുക. തുടർന്ന് അവിടെ നിന്നും ഉച്ചയ്ക്ക് 1:55 എത്തുന്ന അദ്ദേഹം തുടർന്ന് അവിടെ നിന്നും ഉച്ച 2 മണിയോടുകൂടി അവിടെ നിന്നും ഹെലികോപ്റ്റർ മാർഗം ഇപ്പോൾ ഈ കാണുന്ന ആശ്രാമ മൈതാനിയിലേക്ക് എത്തും. തുടർന്ന് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് വിവിധ പരിപാടികൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രധാനമായും ഫാത്തിമ മാതാ നാഷണൽ കോളേജ് എന്ന കോളേജിന്റെ ഒരു വജ്ര ജൂബിലി ആഘോഷ ചടങ്ങുകളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. നിരവധി വിശിഷ്ട വ്യക്തികളും മറ്റുമൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രി KN ബാലഗോപാൽ എന്നിവർ പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായിട്ടാണ് പങ്കെടുക്കുന്നത്. ഈ വജ്ര ജൂബിലി ആഘോഷങ്ങൾ, കോളേജിന്റെ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തതിനു ശേഷം അദ്ദേഹം കൊല്ലത്ത് തന്നെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കയർ എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുമായും ആ ഒരു സംഘടനയിൽപ്പെട്ട അംഗങ്ങളുമായും സംവദിക്കുന്നുണ്ട്. അല്പനേരം അവരുമായി ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തിയതിനു ശേഷം അദ്ദേഹം തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങും. തുടർന്ന് ഉപരാഷ്ട്രപതി ഇന്നത്തെ ദിവസം രാജ്ഭവനിൽ തങ്ങും. നാളെ അദ്ദേഹത്തിനുള്ള ഒരു പരിപാടി അത് തിരുവനന്തപുരം ജില്ലയിലാണ്. നാളെ രാവിലെ 11 മണിയോടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന ഒരു ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്കു ശേഷം തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം മടങ്ങും. ഇത്തരത്തിലാണ് ഉള്ള ഒരു ക്രമീകരണങ്ങൾ. ഇത്തരത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വരവ് പ്രമാണിച്ച് കൊല്ലത്ത് നഗരത്തിൽ പ്രദേശങ്ങളിൽ ഒക്കെ തന്നെ കൃത്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സംവിധാനങ്ങളും മറ്റും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉച്ചയ്ക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം നഗരത്തിലെ 26 സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഉപരാഷ്ട്രപതിയുടെ വരവിനായി കേരളം കാത്തിരിക്കുന്നു. ഒപ്പം ഈ ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഒക്കെ തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തിയുള്ള വിലയിരുത്തലുകളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പോലീസ് സംവിധാനങ്ങളുടെയും മറ്റുമൊക്കെ നേതൃത്വത്തിൽ നടന്നു വരികയായിരുന്നു. ശ്രീജ. ശരി സുധീഷ്, 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എന്ന കേരളത്തിലെത്തും. വിവരങ്ങളും ഇപ്പം ചേരുകയായിരുന്നു സുധീഷ് കുമാർ. ശബരിമലയിലെ കട്ടളപ്പാളിയിലെ സ്വർണ്ണ കവർച്ച കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റായി ഇന്ന് രേഖപ്പെടുത്തും. പോറ്റിയുടെ കസ്റ്റഡി ആവശ്യപ്പെട്ട് റാന്നി കോടതിയെ സമീപിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ്. മുരാരി ബാബു ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്നും അറിയുന്നുണ്ട്. വിവരങ്ങളുമായി രജിത് കുമാർ വീണ്ടും ചേരുകയാണ്. രജിത്ത്, ഈ സ്വർണ്ണ കവർച്ച കേസിൽ അതിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്നിപ്പോൾ 2ാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. എന്തൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ അതിനുശേഷം ഈ കട്ടളപ്പാളികളിലെ സ്വർണം കൂടി കവർന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വീണ്ടും രേഖപ്പെടുത്തുന്നത്. നിലവിൽ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത്. ഇവിടെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. റാന്നി കോടതിയിലാണ് ഹാജരാക്കുന്നത്. റാന്നി കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ കസ്റ്റഡി അപേക്ഷയടക്കം ഇന്ന് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. 2ാമത് അറസ്റ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇന്ന് രേഖപ്പെടുത്തുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഈ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള മുരാരി ബാബുവിന്റെ അറസ്റ്റ് നേരത്തെ തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതേ സമയത്ത് 2 കേസുകളിലും
ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം കവർന്ന കേസിലും മറ്റ് ഈ കട്ടളപ്പടിയിലെ സ്വർണം കവർന്ന കേസിലും മുരാരി ബാബുവിന്റെ അറസ്റ്റ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നതാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിനു ശേഷം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാളും തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ രണ്ടുപേരെയും കൂടുതലായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം അന്വേഷണ സംഘത്തിനുള്ള ഒപ്പം തെളിവെടുപ്പടക്കം പൂർത്തീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം രണ്ടാമത്തെ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. അതേസമയത്ത് തന്നെ മുരാരി ബാബു വീണ്ടും കോടതിയിൽ ജാമ്യ ഹർജി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് അയാൾ ജാമ്യ ഹർജി സമർപ്പിച്ചേക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള സുധീഷ് കുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സുധീഷ് കുമാറിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘത്തിന് കൂടുതലായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. സുധീഷ് കുമാറിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയും ഒരുപക്ഷെ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയൊക്കെ ഉൾപ്പെടെ ഇരുത്തി ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. കൂടുതൽ മൊഴികളടക്കം അന്വേഷണ സംഘത്തിന് ഇക്കാര്യത്തിൽ ലഭിക്കേണ്ടതുണ്ട്. അതേസമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം സ്വർണം ബെല്ലാരിയിൽ എത്തിച്ച് സ്വർണം വിൽപ്പന നടത്തിയ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന്റെ മൊഴി അന്വേഷണ സംഘം കൂടുതലായി രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചത് 476 ഗ്രാം സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് ഉരുക്കിയെടുത്തതിന് ശേഷം ബാക്കി വന്ന 476 ഗ്രാം സ്വർണമാണ് ഗോവർദ്ധന് ബെല്ലാരിയിലുള്ള ജുവലറി ഉടമയ്ക്ക് വിറ്റത്. അതിൽ 15 ലക്ഷം രൂപ ഇയാൾ കൈപ്പറ്റി എന്നാണ് ഈ ഗോവർദ്ധൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ തുകയും തന്റെ കയ്യിൽ നിന്നും ശബരിമലയുടെ പേര് പറഞ്ഞ് കൈപ്പറ്റിയിട്ടുണ്ട്. ഏകദേശം 70 ലക്ഷത്തോളം രൂപ തന്റെ കയ്യിൽ നിന്നും ശബരിമലയിലെ അന്നദാനത്തിനും വഴിപാടുകൾക്കുമൊക്കെയായി പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന കാര്യവും ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത്. ഒപ്പം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും തെളിവെടുപ്പടക്കം ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. തീർച്ചയായും ഇനിയും കൂടുതൽ നിർണായകമായ കാര്യങ്ങളിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രജിത് കുമാർ. സംസ്ഥാനത്തെ മികച്ച നടനാര് നടിയാര് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഇന്നാണ്. തൃശ്ശൂരിലാണ് പ്രഖ്യാപനം. മികച്ച നടനാകാൻ മമ്മൂട്ടി, ആസിഫ് അലി, വിജയരാഘവൻ എന്നിവർ തമ്മിൽ കടുത്ത മത്സരം എന്നാണ് അറിയാൻ കഴിയുന്നത്. 128 ചിത്രങ്ങൾ മത്സരത്തിനെത്തിയെങ്കിലും അന്തിമ ജൂറി പരിഗണിച്ചത് 38 ചിത്രങ്ങളാണ്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിനായാണ് സിനിമാ ലോകം കാത്തിരിക്കുന്നത്. നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയാണ് പ്രകടനങ്ങൾ വിലയിരുത്തി വിജയികളെ തീരുമാനിക്കുക. ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയായി അഭ്രപാളിയിൽ മറ്റൊരു വിസ്മയം തീർത്ത മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരത്തിനായി അവസാന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് വിജയരാഘവനും യുവതാരം ആസിഫ് അലിയുമാണ്. കിഷ്കിന്ധാകാണ്ഡത്തിലെ മറവി രോഗമുള്ള അതിസങ്കീർണത നിറഞ്ഞ കഥാപാത്രത്തെ അനായാസമായി അഭിനയിച്ചു ഫലിപ്പിച്ച വിജയരാഘവന് ദേശീയ പുരസ്കാരത്തിനു പുറമെ ഇരട്ടി മധുരമായി സംസ്ഥാന പുരസ്കാരവും ലഭിക്കുമോ എന്നതാണ് ആകാംക്ഷ. വിമുക്തഭടൻ അപ്പുപിള്ളയായി വിജയരാഘവൻ ജൂറിയെ ഞെട്ടിച്ചുവെന്നാണ് വിവരം. ലെവൽ ക്രോസ്, കിഷ്കിന്ധാകാന്ഡം, രേഖാചിത്രം തുടങ്ങിയ ചിത്രങ്ങളിലെ മികച്ച പ്രകടനമാണ് ആസിഫ് അലിയെ അവസാന റൌണ്ടിലെത്തിച്ചത്. ടൊവിനോ തോമസും ഫഹദ് ഫാസിലും മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും അവസാന റൌണ്ടിൽ എത്തിയില്ല എന്നാണ് സൂചന. മികച്ച നടിയാകാനും കടുത്ത മത്സരമാണെന്നാണ് വിവരം. കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കനി കുസൃതിയും ദിവ്യപ്രഭയും അന്തിമ റൌണ്ടിലുണ്ട്. ബൊഗൈൻ വില്ലയിലൂടെ ജ്യോതിർമയി, ARMലൂടെ സുരഭി ലക്ഷ്മി, ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഷംല ഹംസ എന്നിവരും മികച്ച നടിക്കായി മത്സരിക്കുന്നു. ദേശീയ അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ ശ്രദ്ധേയമായ ഫെമിനിച്ചി ഫാത്തിമ, ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റ് എന്നിവ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും തിളങ്ങുമെന്നാണ് വിവരം. ഇതുകൂടാതെ ഭ്രമയുഗം, വിക്ടോറിയ തുടങ്ങിയ ചിത്രങ്ങളും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരത്തിനായി അവസാന പട്ടികയിലുണ്ട്. മഞ്ഞുമൽ ബോയ്സ്, അജയന്റെ രണ്ടാം മോഷണം, പ്രേമലു, സൂക്ഷ്മദർശിനി, ഭ്രമയുഗം, കിഷ്കിന്ധാകാന്ഡം എന്നിവയാണ് ജനപ്രിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഉള്ളത്. ബറോസിലൂടെ മോഹൻലാലിന് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ജോജു ജോർജ് സംവിധാനം ചെയ്ത പണിയും ഈ വിഭാഗത്തിൽ മത്സരത്തിനുണ്ട്. വിവിധ പുരസ്കാരങ്ങൾക്കായി അപേക്ഷ നൽകിയ 128 ചിത്രങ്ങളിൽ 53 എണ്ണം നവാഗത സംവിധായകരുടേതായിരുന്നു. പ്രകാശ് രാജിനു പുറമെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, പിന്നണി ഗായിക ഗായത്രി അശോകൻ, എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ഏച്ചിക്കാനം, സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ നിതിൻ ലൂക്കോസ് എന്നിവരാണ് ജൂറി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക് അമൃത TV.
ബീഹാറിലെ ആദ്യഘട്ട പ്രചരണം നാളെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആവേശം അങ്ങ് ഉച്ചസ്ഥായിലാണ്. ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിന് ശേഷം വ്യാഴാഴ്ച ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. ജൻസുരാജ് പാർട്ടി പ്രവർത്തകൻ ദുലാർചന്ദ് യാദവിന്റെ കൊലപാതകത്തിൽ JDU സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ അനന്ത് സിംഗ് അറസ്റ്റിലായത് ആയുധമാക്കുകയാണ് മഹാസഖ്യം. അതിനിടെ അവസാന ലാപ്പിലും പ്രധാനമന്ത്രിയെ രംഗത്തിറക്കി കളം പിടിക്കുകയാണ് NDA. പട്നയിൽ കഴിഞ്ഞ ദിവസം റോഡ് ഷോയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. പ്രതിപക്ഷം നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുകയാണ് എന്ന ആരോപണം പ്രധാനമന്ത്രി ഉയർത്തി. SIR-നെ എതിർക്കുന്നത് ഇതിനുവേണ്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബീഹാറിൽ പ്രചരണത്തിനെത്തും. അതേസമയം തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ആക്രമണങ്ങൾ ഉണ്ടായാൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജൻസുരാജ് പാർട്ടി പ്രവർത്തകൻ ദുലാർചന്ദ് യാദവ് കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഔദ്യോഗിക പ്രസ്താവന വന്നിരിക്കുന്നത്. ഏറ്റുമാനൂർ നഗരസഭ 2ാം വാർഡിൽ സെപ്റ്റിക് ടാങ്ക് ചോർന്ന് റോഡിലേക്ക് മാലിന്യം ഒഴുകുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാവുകയാണ്. നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലേക്കാണ് ഏറെക്കാലമായി ശുചിമുറി മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത്. സമീപത്തെ അംഗൻവാടിയുടെ പ്രവർത്തനവും ഇതുമൂലം പ്രതിസന്ധിയിലാണ്. ഏറ്റുമാനൂർ നഗരസഭ 2ാം വാർഡ് പൊയ്കപ്പുറം രാജീവ് ഗാന്ധി കോളനിയിലെ 50ഓളം വീടുകളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന പൊതുവായുള്ള സെപ്റ്റിക് ടാങ്കിനാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ടാങ്ക് നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്ത് പാറയിലെ ഉറവകളിൽ നിന്നുള്ള വെള്ളവും സെപ്റ്റിക് ടാങ്കിലേക്ക് എത്തുകയും തുടർന്ന് ടാങ്ക് കവിഞ്ഞു ഒഴുകുകയുമാണ്. ഈ ജലം റോഡിലൂടെ ഒഴുകി സമീപത്തെ തോട്ടിലേക്കാണ് എത്തിച്ചേരുന്നത്. ടാങ്ക് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി. ഇതുവരെ അവരോട് പറഞ്ഞിട്ട് അവരിത് ചെയ്യുന്നില്ല. ഞങ്ങൾ എന്തായാലും പറഞ്ഞാലും അവരനുസരിക്കുന്നില്ല, അവർ ആനയും വിടുന്നില്ല. സെപ്റ്റിക് ടാങ്ക് പൊട്ടി റോഡിലൂടെ മലിനജലം ഒഴുകാൻ തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. കഴിഞ്ഞ വർഷം നഗരസഭയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം നീക്കം ചെയ്തിരുന്നു. എന്നാൽ മഴക്കാലം എത്തുമ്പോൾ വീണ്ടും ടാങ്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നതിന് ഏതാനും മീറ്റർ അകലെയായി ഒരു അംഗൻവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. മലിനജലം പുറത്തേക്ക് ഒഴുകുമ്പോഴുള്ള അസഹ്യമായ ദുർഗന്ധം അംഗൻവാടിയുടെ പ്രവർത്തനത്തിനും വെല്ലുവിളിയാണ്. അംഗൻവാടിയും കുട്ടികളും അവർ ഈ മണം കാരണം കുട്ടികളെ പോലും ഈ സ്കൂൾ അംഗൻവാടിയിലാക്കാതെ ആയിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കിട്ടണം. ടാങ്ക് സ്ഥിതി ചെയ്യുന്ന ഭാഗം കാട് വളർന്ന് ഇഴജന്തുക്കളുടെ താവളമായും മാറി. മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ ഏറ്റുമാനൂർ നഗരസഭയുടെ മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. നിരവധി പുരസ്കാരങ്ങളുമായി ശ്രദ്ധ നേടിയ ഒരു പഞ്ചായത്തുണ്ട് അങ്ങ് തൃശ്ശൂരിൽ. അരിമ്പൂർ പഞ്ചായത്ത്. വികസന നേട്ടങ്ങളുടെ കഥയാണ് പഞ്ചായത്തിന് പറയാനുള്ളത്. എന്നാൽ പോരായ്മകൾ ഓരോന്നായി ചൂണ്ടിക്കാണിക്കുകയാണ് പ്രതിപക്ഷവും. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ആരെടുക്കും അരിമ്പൂർ എന്നറിയാൻ. സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗനവാടിക്കുള്ള അവാർഡ് ലഭിച്ച പഞ്ചായത്ത്, ഏറ്റവും മികച്ച ടീച്ചർക്കുള്ള അവാർഡ് ലഭിച്ച പഞ്ചായത്ത്, സ്വന്തമായി 55 കിലോവാട്ട് സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചായത്ത്. തീരുന്നില്ല അരിമ്പൂർ പഞ്ചായത്തിലെ നേട്ടങ്ങൾ. 5 വർഷം തികയ്ക്കാൻ പോകുന്ന CPM ഭരണസമിതിക്ക് പറയാൻ വികസന നേട്ടങ്ങൾ ഏറെയാണ്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സമസ്ത മേഖലയിലും ഈ ഭരണസമിതിക്ക് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ AC ആക്കി ശീതീകരിച്ച് കമ്മ്യൂണിറ്റി ഹാളാക്കി. വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഈ ഭരണസമിതി വളരെയധികം സന്തോഷത്തിലാണ്. കൃത്യതയോടെയുള്ള ഫണ്ട് വിനിയോഗമാണ് പഞ്ചായത്തിന്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ. കമ്മ്യൂണിറ്റി ഹാൾ വികസനവും അംഗൻവാടി വികസനവും സോളാർ വൈദ്യുതി ഉൽപാദനവും കുടിവെള്ള പരിഹാരവുമെല്ലാം ഭരണസമിതിയെ ജനപ്രിയമാക്കി മാറ്റിയെന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നു. കഴിഞ്ഞ കാലത്തെ ഒരു 3 ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ചെലവഴിച്ച ഫണ്ട് ഞങ്ങൾക്ക് ഈ ഭരണസമിതിയുടെ കാലഘട്ടം കൊണ്ട് ചെലവഴിക്കാൻ കഴിഞ്ഞു. അത് MLA ഫണ്ടായിക്കോട്ടെ, സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ഫണ്ടുകളായിക്കോട്ടെ, ഗ്രാമപഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ അടക്കം ഏറ്റവും നന്നായിട്ട് ഫണ്ടുകൾ വിനിയോഗിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത്, സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത്, 55 കിലോവാട്ട് സോളാർ വർക്ക് ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് അരിമ്പൂർ. അതേസമയം പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളും ആഡംബരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ നിന്നും പിന്മാറിക്കൊണ്ടാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. 5 വർഷത്തെ ഭരണമെടുത്തുവെന്നും ഭരണമാറ്റം ഉണ്ടാകുമെന്നും കോൺഗ്രസ് പറയുന്നു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തരിശുരഹിത പഞ്ചായത്താണ്.
ഈ തരിശുരഹിത പഞ്ചായത്തിലും ഇന്നും ഏക്കർ കണക്കിന് ഭൂമി തരിശായി കിടക്കുക. അത് ജനങ്ങൾ തയ്യാറാണ്, ജലസേചന സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇത് ഇറക്കാത്തത്. ഇതുപോലെ തന്നെയാണ് വയോസേവന അവാർഡ് ലഭിച്ച പഞ്ചായത്ത്. വയോജനങ്ങൾക്ക് പഞ്ചായത്തിൻ്റേതായ ഏത് ബന്ധപ്പെട്ട ഓഫീസുകളിലും ഒരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് കെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി ഇവിടെ നടപ്പിലാക്കി. ഇവിടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വന്നപ്പോൾ തീർത്തും സൗജന്യമായിരുന്ന ആ ഫ്രണ്ട് ഓഫീസ് സംവിധാനം കെ സ്മാർട്ട് എന്ന് പറഞ്ഞ ഹെൽപ്പ് ഡെസ്ക് വഴിക്ക് ഇന്നും ജനങ്ങൾക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും വരുത്തിയിട്ടുള്ള ഒരു ഇതാണ്. അരിമ്പൂരിൽ അഴിമതി ഭരണമാണെന്നാണ് BJPയുടെ പക്ഷം. പണി പൂർത്തീകരിക്കാത്ത റോഡുകളും MP ഫണ്ട് വിനിയോഗിക്കാത്തതുമൊക്കെയാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അത്രമേൽ അഴിമതിയാണ്, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. ഏറിയ റോഡുകളെല്ലാം തകർന്ന അവസ്ഥയിലാണ്. കേന്ദ്ര സർക്കാർ പദ്ധതി ലഭ്യമായ റോഡ് പോലും 2 വർഷമായിട്ടും പണി തുടങ്ങിയിട്ടില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. കേന്ദ്രമന്ത്രി അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ചെലവഴിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രോജക്റ്റ് കൊടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പഞ്ചായത്ത് വീണ്ടും ഒരു നാട്ടുവോട്ടിനൊരുങ്ങുമ്പോൾ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. CPMന് വേരുറപ്പുള്ള മണ്ണ് തന്നെയാണ് അരിമ്പൂര്. പക്ഷേ തിരഞ്ഞെടുപ്പാണ്, പ്രവചനാതീതമായ മാറ്റങ്ങളുണ്ടാകാം. ആ മാറ്റങ്ങളാണ് പ്രതിപക്ഷ കക്ഷികളുടെ ലക്ഷ്യം. തൃശ്ശൂരിൽ നിന്നും അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്. വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം 6.3 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഹിന്ദുക്കുഷ് മേഖലയിലെ മസാർ ഇ ഷെരീഫ് നഗരത്തിനടുത്തുള്ള ഖോമിലാണ് ഭൂകമ്പം ഉണ്ടായത്. 20ഓളം പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കും ഒക്കെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. മസാർ ഇ ഷെരീഫിൽ വീടുകൾ തകർന്നു വീഴുമെന്ന് ഭയന്ന് നിരവധി ആളുകൾ അർദ്ധരാത്രിയിൽ വീടിന് പുറത്തേക്ക് ഓടിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയൽരാജ്യങ്ങളായ താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ എന്നിവിടങ്ങളിൽ പ്രകമ്പനമുണ്ടായി. നിരവധി വലിയ ഭൂകമ്പങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. പടിഞ്ഞാറൻ ഹെറാത്ത് മേഖലയിൽ 2023-ലുണ്ടായ ഭൂകമ്പത്തിൽ 1500-ലധികം പേർ കൊല്ലപ്പെടുകയും 63,000-ലധികം വീടുകൾ നശിക്കുകയും ചെയ്തു. ഈ വർഷം ഓഗസ്റ്റ് 31-ന് രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായി. 2200-ലധികം പേരാണ് മരിച്ചത്. നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ സൈനിക നടപടിയെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. നൈജീരിയയിൽ സർക്കാർ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് തുടർന്നാൽ നൈജീരിയയ്ക്കുള്ള എല്ലാ സഹായങ്ങളും അമേരിക്ക ഉടനടി നിർത്തും എന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് നൈജീരിയയിൽ ക്രിസ്തുമതം നിലനിൽപ്പ് ഭീഷണി നേരിടുന്നുണ്ട് എന്ന് ട്രംപ് പറഞ്ഞത്. കൂട്ടക്കൊലയ്ക്ക് തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഉത്തരവാദികളെന്നും ട്രംപ് ആരോപിക്കുന്നു. നൈജീരിയയിൽ കടന്ന ക്രൂരതകൾ ചെയ്യുന്ന ഇസ്ലാമിക ഭീകരരെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് മുന്നറിയിപ്പ് അദ്ദേഹം നൽകി. അതേസമയം മതപരമായി അസഹിഷ്ണുതയുള്ള രാജ്യമായി നൈജീരിയയെ ചിത്രീകരിക്കരുത് എന്ന് പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു പറഞ്ഞു. എല്ലാ മതങ്ങളിലുമുള്ള പൗരന്മാരെയും സംരക്ഷിക്കുന്നതിന് ഭരണഘടനാ ഉറപ്പുകൾ ഉള്ള രാജ്യമാണ് നൈജീരിയ എന്നും പ്രസിഡന്റ് പറഞ്ഞു. SIR-ൽ തമിഴ്നാട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിലേക്കാണ് ഇനി പോകാൻ ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രി സ്റ്റാലിൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലായിരുന്നു തീരുമാനം. SIR നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ തമിഴ്നാട് ഹർജി നൽകുന്നത്. 2026-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം SIR നടത്താമെന്നാണ് തമിഴ്നാടിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിനായി പ്രവർത്തിക്കുകയാണെന്നും സ്റ്റാലിൻ ആരോപിച്ചു. അതേസമയം സർവകക്ഷി യോഗത്തിൽ SIR-നെതിരായ പ്രമേയം പാസാക്കി. സുപ്രീം കോടതിയുടെ അന്തിമവിധി വരാനിരിക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 27/10/2025-ലെ വിജ്ഞാപനത്തിലൂടെ തമിഴ്നാടിനായി പ്രഖ്യാപിച്ച വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന പൂർണ്ണമായും ജനാധിപത്യ വിരുദ്ധവും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വോട്ടവകാശത്തിനു നേരെയുള്ള നേരിട്ടുള്ള കടന്നാക്രമണവുമാണെന്ന് പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. 64 പാർട്ടികളെ സർവകക്ഷി യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. 49 പാർട്ടികൾ യോഗത്തിൽ പങ്കെടുത്തുവെന്നാണ് അവകാശവാദം. പ്രധാന പ്രതിപക്ഷ കക്ഷികളായ AIADMK-യെയും BJP-യെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് MNM നേതാവ് കമൽഹാസൻ പറഞ്ഞു. നടൻ വിജയുടെ തമിഴക വെട്രി കഴകവും SIR നടപടിയെ അപലപിച്ചെങ്കിലും സർവകക്ഷി യോഗം DMK-യുടെ രാഷ്ട്രീയ നാടകമാണെന്ന് ആരോപിച്ചു. SIR-നെതിരെ കേരളം നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ കേരളത്തിൽ SIR നടപ്പാക്കരുതെന്ന് സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിരുന്നു. ഇത് തള്ളിയാണ് 2ാം ഘട്ടത്തിൽ SIR നടപ്പാക്കുന്ന 12 സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തെയും ഉൾപ്പെടുത്തിയത്. 2026-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. BJP സുസ്ഥിര വികസന യാത്രകൾ ഇന്ന് നടക്കും.
കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പദ്ധതികളും ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എറണാകുളത്ത് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു, അഡ്വക്കേറ്റ് S സജി, അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് എന്നിവരാണ് വിവിധ മേഖലകളിൽ നിന്നുള്ള യാത്രകൾ നയിക്കുന്നത്. 3 പദയാത്രകളും വൈകിട്ട് 6 മണിക്ക് രാജേന്ദ്ര മൈതാനിയിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറാംഗം KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. രാവിലെ 8 മണിക്ക് കാരന്തൂർ മർക്കസ് ക്യാമ്പസിലെ ഫാമിലി മസ്ജിദിലും വൈകുന്നേരം 3 മണിക്ക് കട്ടിപ്പാറ ചെമ്പ്രകുണ്ട ജുമാ മസ്ജിദിലുമായി മയ്യിത്ത് നിസ്കാരം നടക്കും. സുന്നി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ്, കാരന്തൂർ മർക്കസ് ശരിയത്ത് കോളേജ് വൈസ് പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. സുന്നി യുവജന സംഘം മുൻ സംസ്ഥാന ഉപാധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് വിപണിയുടെ ചലനം എങ്ങനെയായിരിക്കും അറിയാം. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ വിപണിയിൽ സജീവമായിരുന്നു. വരും ദിവസങ്ങളിലും അതും തുടരും എന്ന് തന്നെയാണ് കരുതുന്നത്. ആഗോള സാഹചര്യങ്ങളുടെ തൃപ്തികരം തന്നെയാണ് ആഗോള വിപണികളിൽ നേട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും IT ഓഹരികളിൽ നാസ്ഡാക്ക് സൂചികയിൽ നേട്ടമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ IT ഓഹരികളെ അനുകൂലമായി സ്വാധീനിച്ചേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ ഏഷ്യൻ വിപണികളിലും നല്ല രീതിയിൽ വ്യാപാരം പുരോഗമിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനം വിപണിയിലുണ്ടാവും. എന്നാൽ 2 പ്രധാന ഘടകങ്ങൾ ഇപ്പോൾ വിപണിക്ക് ഒരു അസ്വസ്ഥത തീർക്കുന്നുണ്ട്. പ്രത്യേകിച്ചും India-US വ്യാപാര കരാർ നീണ്ടുപോകുന്നതും ഒപ്പം തന്നെ ബീഹാർ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നുള്ള ആശങ്കകളും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. ഈ 2 അനിശ്ചിതത്വങ്ങളാണ് ഇപ്പോൾ വിപണിയിൽ നിലവിലുള്ളത്. മറ്റെല്ലാ ഘടകങ്ങളും അനുകൂലം തന്നെയാണ്. ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയിൽ നിർണായകം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലും അവസാന 3 ദിവസങ്ങളിലും വലിയ തോതിൽ ഏതാണ്ട് 10,000-ഓളം കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. അവരുടെ നിലപാടുകളും വിപണിയിൽ നിർണായകം തന്നെയായിരിക്കും. മറ്റ് ആഗോള വിപണികളെല്ലാം മുന്നോട്ട് നീങ്ങുമ്പോഴും നമ്മുടെ വിപണിയിൽ തുടർന്ന് സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഈ ഒരു നിലപാട് തന്നെയാണ്. ഈ ഒരു നിലവാരത്തിലും വിപണിയിൽ മൂല്യം വളരെ കൂടുതലാണ് എന്നുള്ള ഒരു ആശങ്കയിലാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും വിപണിയുടെ ഓരോ ഉയർച്ചയും വിൽപ്പനയ്ക്കുള്ള അവസരമായി കണക്കാക്കുന്നതും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകളും വിപണിയിൽ നിർണായകമായിരിക്കും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിച്ചു. ഒപ്പം തന്നെ കഴിഞ്ഞ മാസത്തെ വാഹന വിൽപ്പന, ഒപ്പം തന്നെ GST കളക്ഷൻ, ഇതെല്ലാം വളരെ അനുകൂലമായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഉയർന്ന GST കളക്ഷൻ ഏതാണ്ട് 1,96,000 കോടി രൂപയുടെ GST കളക്ഷനാണ് കഴിഞ്ഞൊരു മാസത്തേത്. ഒപ്പം തന്നെ ഓട്ടോ മേഖലയിലും വിൽപ്പന സജീവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോ വിപണിയെയും ഓട്ടോ ഓഹരികളെയും ഇന്ന് ഈ ഒരു ആഴ്ചയിലെ വിപണിയിൽ അനുകൂലമായി സ്വാധീനിച്ചേക്കാം. മറ്റ് ഘടകങ്ങളെല്ലാം വിപണിക്ക് അനുകൂലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. സാങ്കേതികമായി 26,000 എന്നുള്ള നിലവാരം തന്നെയാണ് മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് പ്രധാനം. നന്ദി ശ്രീ ദിലീപ്. ഓരോരുത്തരുടെയും വിജയത്തിൻ്റെ സൂത്രവാക്യം വ്യത്യസ്തമായിരിക്കും അല്ലേ? അത് പക്ഷെ അവരവർ തന്നെ കണ്ടെത്തണം. ഇതിനെക്കുറിച്ചാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെന്റിലൂടെ പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് S പിള്ള സംസാരിക്കുന്നു. അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആ സമയത്ത് ഗ്യാരി കാസ്പ്രോവ് ആയിരുന്നു. 22ാമത്തെ വയസ്സിൽ. ആൻഡ് ഹി വാസ് എ യങ്ങസ്റ്റ് എവർ. അതുവരെയുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ റഷ്യക്കാരനായ കാസ്പ്രോവ്. ഈ ചാമ്പ്യൻ ആയിക്കഴിഞ്ഞപ്പോൾ എവിടെ ചെന്നാലും അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാരിങ്ങനെ പൊതിയും. പ്രസ് കോൺഫറൻസസ് ഒരുപാട് കൊടുത്തു, ഇൻ്റർവ്യൂസ് ഒരുപാട് കൊടുത്തു. അപ്പോൾ കാസ്പ്രോവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാസ്പ്രോവ് പറഞ്ഞു, ഞാൻ എവിടെ ചെന്നാലും ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ സെയിം ആയിരുന്നു. അതായത്, എങ്ങനെയാണ് ഞാൻ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്? ഒരു മാച്ച് നടക്കുമ്പം, ഒരു ഗെയിം നടക്കുമ്പം എത്ര നീക്കങ്ങൾ ഞാൻ മുൻകൂട്ടി കാണും? ഒരു ഗെയിം നടക്കുമ്പം എന്താണ് ഞാൻ ചിന്തിക്കുന്നത്? അതുപോലെ തന്നെ എനിക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടോ? അതുപോലെ എന്താണ് ഒരു മാച്ചിന് മുമ്പ് അല്ലെങ്കിൽ ഗെയിമിന് മുമ്പ് ഞാൻ കഴിക്കുന്നത്? രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്തു ചെയ്യും? ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങൾ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. എങ്ങനെയാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്? ഹൗ ഡിഡ് യു കം ടു വർക്ക് സോ ഹാർഡ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരം, എൻ്റെ അമ്മയാണ് എന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ പഠിപ്പിച്ചത്. രണ്ടാമത്തെ ചോദ്യം, എത്ര നീക്കങ്ങൾ മുൻകൂട്ടി കാണുന്നു? അത് പറയാൻ പറ്റില്ല, അത് ആ ഒരു ഗെയിമിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. എന്താണ് ചിന്തിക്കുന്നത് ഗെയിമിൻ്റെ സമയത്ത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതും ഗെയിമിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും എന്താണ് ചിന്തിക്കുന്നത്. സാധാരണ ഞാൻ പ്രിപ്പയർ ചെയ്തതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കും, വേരിയേഷൻസും മൂവ്സും ആലോചിക്കും. എന്താണ് കഴിക്കുന്നത്? സാധാരണ ഒരു ഗെയിമിന് മുമ്പ് കഴിക്കുന്നത് ഒരു സാമൺ, സ്റ്റേക്ക്, ടോണിക് വാട്ടർ. അദ്ദേഹം തന്നെ പറഞ്ഞു 30-35 വയസ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡയറ്റീഷ്യൻ പറഞ്ഞ ആ ഒരു ഡയറ്റ് അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷേ ഒരു യങ് ഏജിൽ അത് ഓക്കെ ആയിരുന്നു. ഒരു ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ഞാൻ ബ്രഷ് ചെയ്യും, എൻ്റെ പല്ല് തേച്ചിട്ട് കിടന്നുറങ്ങും. ആൾക്കാരൊക്കെ വളരെ നിരാശരായി. കാരണം കാസ്പറോവിന് തന്നെ മനസ്സിലായി ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊന്നും ഇതല്ല ആൾക്കാർ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പം ടിപ്പിക്കലി ആങ്കേഴ്സ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ കേട്ടാൽ തോന്നും എല്ലാവരുടെയും സക്സസ്സിനൊരു യൂണിവേഴ്സൽ ഫോർമുല, എല്ലാവരും ഒരുപോലെയാണെന്ന്. അല്ല, എവ്രിബഡി ഈസ് ഡിഫറെൻറ്റ്. ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഒരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടും, നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്നല്ലാതെ നിങ്ങളാണ്, ഞാനാണ്, മറ്റൊരാളാണ്. എന്താണ് നമ്മളുടെ സക്സസിൻ്റെ ഫോർമുല എന്നത് നമ്മളുടെ സ്ട്രെങ്സ്, നമ്മളുടെ വീക്ക്നെസ്സസ്, നമ്മളുടെ ബാക്കി പല കാര്യങ്ങളും, അതായത് നമ്മളുടെ സാഹചര്യങ്ങൾ, നമ്മളുടെ അവോയ്ഡൻസ് ടെൻഡൻസീസ്, ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും, ചില കാര്യങ്ങൾ നമുക്ക് ഒരു ഫിയർ ഉണ്ടാവും, പേടിയുണ്ടാവും. ഇതെല്ലാം ചേർന്ന് വരുന്നൊരു കാര്യമാണ് നമ്മുടെ ഫോർമുല. സോ വാട്ട് ഈസ് യുവർ സക്സസ് ഫോർമുല? എന്താണ് നിങ്ങളുടെ സക്സസ് ഫോർമുല? ഒരു പേനയും പേപ്പറും എടുത്ത് ഇരിക്കുക, നിങ്ങളുടെ സ്ട്രെങ്ത് എഴുതുക, വീക്ക്നെസ്സസ് എഴുതുക, ഇതുവരെയുള്ള നല്ല എക്സ്പീരിയൻസുകൾ എഴുതുക, മോശം എഴുതുക, എന്താണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇതെല്ലാം കൂടെ കൂട്ടിക്കിഴിച്ചെടുക്കുന്ന ഒരു ഫോർമുലയാണ് നിങ്ങളുടെ ഫോർമുല. സോ വാട്ട്സ് യുവർ ഫോർമുല? UAE-യിൽ പരീക്ഷാ ഹാളിൽ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടാൽ ആ വിഷയത്തിൽ ലഭിക്കുക 0 മാർക്ക്. ഇതുൾപ്പെടെ പരീക്ഷാ സമയത്തെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ആൻറ്റി ചീറ്റിംഗ് നിയമം UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കോപ്പിയടിച്ച് പിടിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ 2 ലക്ഷം ദിർഹം വരെ പിഴയൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. വഞ്ചനയും പരീക്ഷാ ദുരുപയോഗവും എന്ന പേരിൽ UAE വിദ്യാഭ്യാസ മന്ത്രാലയം സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് അയച്ച സർക്കുലറിലാണ് പരീക്ഷാ ഹാളിലെ ക്രമക്കേടുകൾക്ക് കനത്ത ശിക്ഷ ഉറപ്പാക്കുന്ന നിയമത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രാദേശിക സിലബസും വിദേശ സിലബസും പിന്തുടരുന്ന സ്കൂളുകളിൽ പാദവർഷ പരീക്ഷകൾ ആരംഭിക്കാനിരിക്കെയാണ് ഈ നിയമം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ UAE വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയത്. പരീക്ഷാ ഹാളിൽ കോപ്പിയടിച്ച് പിടിക്കപ്പെട്ടാൽ ആ വിഷയത്തിൽ 0 മാർക്കായിരിക്കും വിദ്യാർത്ഥിക്ക് ലഭിക്കുക. ഇത്തരം ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് റെക്കോർഡിൽ നിന്നും 12 പോയിന്റുകൾ കുറയ്ക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾ കോപ്പിയടിച്ച് പിടിക്കപ്പെട്ടാൽ ബന്ധപ്പെട്ട അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ 2 ലക്ഷം ദിർഹം വരെ പിഴയൊടുക്കേണ്ടി വരുമെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പരീക്ഷാ ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുക, മൊബൈൽ ഫോണുകളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ പരീക്ഷാ സമയത്ത് ഉപയോഗിക്കുക, പരീക്ഷാ പേപ്പറുകളുടെ ഫോട്ടോ എടുക്കുക, പരീക്ഷാ ഹാളിൽ മറ്റു വിദ്യാർത്ഥികളെ സഹായിക്കുക, പരീക്ഷാ സമയത്ത് ആശയവിനിമയം നടത്തുക, ഇൻവിജിലേറ്റർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, പരീക്ഷാ സമയത്ത് പുറത്തു പോവുക എന്നീ കുറ്റകൃത്യങ്ങൾക്കും കടുത്ത ശിക്ഷയുണ്ടാകും. ഓരോ സ്കൂളുകളിലും പ്രത്യേക മേൽനോട്ട സമിതികൾ രൂപീകരിച്ച് പരീക്ഷാ ദിവസങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാനും വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശിച്ചു. പരീക്ഷാ പ്രക്രിയയിലുടനീളം നീതി, സത്യസന്ധത, ഉത്തരവാദിത്വം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. അമൃത ന്യൂസ്, ദുബായ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. N വാസുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. രജിത് കുമാർ വീണ്ടും ചേരുകയാണ്. രജിത്ത്, പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് എന്തൊക്കെയോ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണത്? പ്രത്യേക അന്വേഷണ സംഘം ഒരു നിർണായക നീക്കത്തിലേക്ക് വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സ്വർണ്ണപ്പാളി കടത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന N വാസുവിനെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ദേവസ്വം പ്രസിഡന്റായിരുന്ന N വാസുവിന്റെ
PAയും അതുപോലെ തന്നെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്നു സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുധീഷ് കുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും കൂടുതലായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നും സുധീഷ് കുമാർ വ്യക്തമാക്കിയത് കൂടുതൽ പേർക്ക് ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാണ് സുധീഷ് കുമാറിന്റെ നിർണായകമായ മൊഴിയുള്ളത്. അതേ സമയത്ത് തന്നെ ഈ N വാസു ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റുമായതിനു ശേഷം ആ സമയത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു നേരത്തെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു, മൊഴിയിലൂടെ പറയുകയും ചെയ്തിരുന്നു. ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ N വാസുവിലേക്ക് മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടുള്ള N വാസുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വിശദമായ ചോദ്യം ചെയ്യൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. നിലവിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന N വാസുവിന്റെ PA കൂടിയായിരുന്നു, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായിരുന്ന സുധീഷ് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത്. ഈ മൊഴിയിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങളിലേക്ക് പോയത്. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നേരിട്ട ബന്ധമില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ N വാസു വ്യക്തമാക്കിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മെയിൽ ലഭിച്ചിരുന്നു. ബാക്കി വന്ന സ്വർണം എന്തു ചെയ്യണം എന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ യുവതിയുടെ വിവാഹ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് മെയിൽ വന്നിരുന്നു. ആ മെയിൽ തിരുവാഭരണം കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കൈമാറുക മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് വാസു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വാസുവിന് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്. രജിത്ത്, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അന്വേഷണ സംഘം. കൂടുതൽ ആളുകൾ പിടിയിലാകാൻ പോകുന്നു, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും കൂടുതൽ ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ഇപ്പോൾ നിലവിൽ 3 പേർ മാത്രമാണ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിനുശേഷം മുരാരി ബാബു, ഇപ്പോൾ സുധീഷ് കുമാർ. ഈ 3 പേരാണ് ഈ ദേവസ്വം ബോർഡിന് ബന്ധമുള്ളവരുമായി അറസ്റ്റായിട്ടുള്ള 2 പേരും. എന്നാൽ ആ 2 പേരുടെ അറസ്റ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ പിന്നീട് പ്രസിഡന്റ് ആവുകയും ചെയ്ത N വാസുവിലേക്ക് അന്വേഷണ സംഘം നേരിട്ട് എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ N വാസുവിന് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പങ്കുണ്ട് എന്ന അന്വേഷണ സംഘത്തിന്. തീർച്ചയായും വളരെയധികം നന്ദി രജിത്ത്. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് കേസ് അന്വേഷണം നീങ്ങുകയാണ്. നമുക്കിനി ഒരു കായിക വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മക്കൾക്ക് വേണ്ടി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച അച്ഛന്മാർ. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ നവംബർ 8, 9 തീയതികളിലായി നടക്കുന്ന അച്ചാസ് ഫ്യൂച്ചർ കപ്പ് സീസൺ 2-ൽ 21 ക്ലബ്ബുകളിൽ നിന്നായി 700ഓളം കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത്. അച്ചാസ് FC എന്ന കൂട്ടായ്മയുടെ പിറവിക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. മക്കളെ ഫുട്ബോൾ പരിശീലനത്തിന് കൊണ്ടുവന്ന അച്ഛന്മാർ കാൽപന്ത് കളിയിൽ മക്കളുടെ ആശാന്മാരായി മാറിയ കഥ. കുട്ടികളെയും കൊണ്ട് പരിശീലനത്തിന് വരുമ്പോൾ കൊച്ചു വർത്തമാനങ്ങളിൽ തുടങ്ങിയ സൗഹൃദം. വർത്തമാനമത്രയും ഫുട്ബോളിനെ കുറിച്ച് തന്നെയായിരുന്നു. കാൽപന്ത് കളിയെ അത്രമേൽ പ്രണയിച്ച അവർ ഒരു ഭാഗത്ത് കുട്ടികൾ പ്രാക്ടീസ് നടത്തുമ്പോൾ മറുഭാഗത്ത് തകൃതിയായി കളി തുടങ്ങി. അങ്ങനെ ആ കൂട്ടായ്മ അച്ചാസ് FC ആയി മാറി. അച്ചാസ് FCയുടെ 2ാമത്തെ ടൂർണമെന്റാണ് കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിൽ നടക്കുന്നത്. അച്ഛന്മാർക്ക് സപ്പോർട്ടുമായി അമ്മമാരും ഒപ്പമുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാവരും ഒരു കാലത്ത് ഫുട്ബോൾ കളിച്ച് ഇഷ്ടപ്പെട്ട് വളർന്നവരാണ്. അപ്പോൾ നമുക്ക് കിട്ടാത്ത ടൂർണമെൻ്റ് അവസരങ്ങൾ മക്കളിലൂടെ സാധിക്കുക, പിന്നെ അവർക്ക് ടൂർണമെൻ്റ് ഒരുപാട് കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അതിൻ്റെ ഒരു ചിന്തയിൽ ഞങ്ങളൊരു കൂട്ടായ്മയിൽ നമ്മുടെ മക്കൾക്കും പുറമെയുള്ള കളിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കും ടൂർണമെൻറ്റ് കളിച്ച് വലുതാകണം എന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് അച്ചാസ് എന്ന് പറയുന്നത്. ഏകദേശം 112ഓളം അച്ഛന്മാരും അമ്മമാരും അടങ്ങുന്ന ഒരു വലിയ ഒരു കൂട്ടായ്മയാണ് ഇന്ന് അച്ചാസ് FC എന്ന് പറയുന്നത്. Under 9, Under 11, Under 13, Under 15, Under 17 കാറ്റഗറിയിൽ 21ഓളം ക്ലബ്ബുകളിൽ നിന്നായി 700ഓളം കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത്. ഓരോ കാറ്റഗറിയിലും വിന്നേഴ്സ്, റണ്ണേഴ്സ് അപ്പ് ട്രോഫികൾക്കും ക്യാഷ് അവാർഡിനും പുറമെ വ്യക്തിഗത മികവ് പുലർത്തുന്ന കളിക്കാർക്കും ട്രോഫികളും സമ്മാനങ്ങളും നൽകുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി മറക്കാതെ യൂട്യൂബ് ചാനൽ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.